മൂവാറ്റുപുഴ കൈവെട്ട് കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന മുഖ്യപ്രതി സവാദിനെ എൻഐഎ അറസ്റ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെ. സവാദിനൊപ്പം ഭാര്യയും കുട്ടിയും ഉണ്ടായതായി വിവരം. കണ്ണൂരിലെ മട്ടന്നൂരിൽ ആശാരിപ്പണി ചെയ്ത് ജീവിക്കുകയായിരുന്നു സവാദ്. മറ്റൊരു പേരിലായിരുന്നു സവാദ് മട്ടന്നൂരിൽ താമസിച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. എസ് ശ്രീകാന്ത് നേരത്തെ ഈ വാർത്ത ശ്രീകാന്ത് അതിന്റെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നുണ്ട്. ശ്രീകാന്ത്, ഇത് വളരെ അതിശയിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം സവാദ് നാട് വിട്ടുവെന്നും രാജ്യം വിട്ടുവെന്നും സവാദിനെ പിടികൂടാൻ ഇനി സാഹചര്യങ്ങൾ കുറവാണെന്നും ഒക്കെയുള്ള ഒരു നിഗമനത്തിൽ അന്വേഷണ ഏജൻസികളായിരുന്നു. സിറിയയിലേക്ക് സവാദ് കടന്നു എന്നുവരെയുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. അപ്പോഴാണ് മറ്റൊരു പേരിൽ മറ്റൊരു ജീവിതം നയിച്ചുകൊണ്ട് സവാദ് ഇവിടെ കണ്ണൂരിൽ മട്ടന്നൂരിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന വിവരം വരുന്നത്. എത്ര കാലമായി ഇയാൾ ഇവിടെയുണ്ട്? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ? ഈ സവാദിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് സവാദ് കണ്ണൂരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതായത് ഒരു പക്ഷേ ഇയാൾ ആദ്യഘട്ടത്തിൽ വിദേശത്തേക്ക് പോയിട്ടുണ്ടാകാം, അതിനുശേഷം ഇയാൾ കണ്ണൂരിലെത്തി അവിടെ സ്ഥിരതാമസമാക്കുകയായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മട്ടന്നൂരിൽ പരിയാരത്തിനടുത്ത് ബേരം എന്ന സ്ഥലത്താണ് ഇയാൾ തങ്ങിയത്. ആശാരിപ്പണി ചെയ്ത് അവിടെ ജീവിച്ചു വരികയായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സവാദിന്റെ അറസ്റ്റ് നടന്നത് രഹസ്യ വിവരത്തെ തുടർന്നാണ് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും പോലീസിന്റെ ഇതടക്കമുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗത്തിൽ നിന്നുമൊക്കെ വിവരം കിട്ടിയിട്ടുണ്ടാകാം. കുടുംബത്തോടൊപ്പമായിരുന്നു സവാദ് അവിടെ താമസിച്ചിരുന്നത് എന്നും എറണാകുളത്ത് അശമന്നൂരിൽ നാടുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇയാൾ സൂക്ഷിച്ചിരുന്നില്ല എന്നും ഇപ്പോൾ ഏജൻസിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതായത് അവിടെ ഒരു തനി പുതിയ മനുഷ്യനായി ഇയാൾ താമസിക്കുകയായിരുന്നു. സവാദിനൊപ്പം ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു എന്ന വിവരം കൂടി കിട്ടുന്നുണ്ട്. ഇപ്പോൾ പുലർച്ചെ 4 മണിയോടെയായിരുന്നു എൻഐഎയുടെ റെയ്ഡ് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആദ്യം തൻ്റെ ഐഡന്റിറ്റി സവാദ് ഈ എൻഐഎ സംഘം ചെല്ലുമ്പോൾ വെളിപ്പെടുത്തിയില്ല. സവാദ് അല്ലേ, അശമന്നൂരിലെ ഈ സവാദ് അല്ലേ എന്ന ചോദ്യത്തിനല്ല എന്നായിരുന്നു മറുപടി നൽകിയത്. തുടർന്ന് ഏജൻസി ഉദ്യോഗസ്ഥർ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ താൻ തന്നെയാണ് സവാദ് എന്ന് സമ്മതിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിദേശത്തൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്ന ഈ സവാദ് ഇടയ്ക്ക് ഏത് സമയത്താണ് ഇവിടേക്ക് എത്തിയത്, കണ്ണൂരിൽ താമസം തുടങ്ങിയത്, വാടക വീടെടുത്ത് താമസം ആരംഭിച്ചത്, ഭാര്യയും കുട്ടിയുമായി അവിടെ മറ്റൊരു പേരിൽ താമസം തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ഇപ്പോൾ അത് സംബന്ധിച്ച വിവരങ്ങൾ വന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്രകാരമാണ്: ഇയാൾ മറ്റൊരു പേരിലാണ് താമസിച്ചത്, ഭാര്യയും കുഞ്ഞും ഉണ്ടായിരുന്നു. ഇയാൾ ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പർ പോലും മറ്റൊരു പേരിലാണ് എടുത്തത്. അത്തരത്തിൽ ഇയാൾക്ക് കൃത്യമായ ഇയാൾ അവിടെ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇയാൾക്ക് പോപ്പുലർ ഫണ്ടിന്റെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു ഈ അശമന്നൂർ സവാദ്. ഇയാൾക്ക് അവിടെ പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെടുന്നതിന് മുൻപ് അവിടെ താമസിക്കുന്നതിനും സുരക്ഷിതമായി താവളമൊരുക്കുന്നതിനും സഹായം കിട്ടിയിരുന്നു എന്ന വിവരം ഏജൻസിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ചോദ്യം ചെയ്യലിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. അത്തരം വിശദാംശങ്ങൾ വേണമെങ്കിൽ ഇനി അല്പസമയത്തിനകം ഇയാളെ കോടതിയിലടക്കം ഹാജരാക്കും. അപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തും ഏജൻസി. ശ്രീകാന്ത്, ഇയാൾ അപ്പോൾ കുറെ കാലമായി അവിടെ ഉണ്ടായിട്ടുണ്ടാകണമല്ലോ. അപ്പോൾ ഈ അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായ ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവർ ഇപ്പോൾ സവാദിനെ സ്പോട്ട് ചെയ്തതും പിടിച്ചതും, അല്ലേ? തീർച്ചയായും. ഇയാൾ ഒന്നാം പ്രതിയാണ്. 13 വർഷമായി കാണാനില്ലായിരുന്നു. ലോകത്താകമാനം ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടന്നിരുന്നു. പാകിസ്ഥാനിലുണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട്, നേപ്പാളിലുണ്ട്, സിറിയയിലുണ്ട്, ദുബായിലുണ്ട്. അങ്ങനെ പല കാര്യങ്ങളാണ് ഇയാളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ എല്ലാം തന്നെ ഇന്റർപോളിന്റെ സഹായത്തോടു കൂടിയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനം റോയുടെ സഹായത്തോടു കൂടിയുമൊക്കെ പരിശോധനകൾ, അന്വേഷണം, തെരച്ചിലൊക്കെ നടന്നതാണ്. പക്ഷേ ഇയാളെ പിടികൂടുന്നതിന് മാത്രം സാധിച്ചില്ല. എൻഐഎയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കീറാമുട്ടി തന്നെയായിരുന്നു ഈ കേസ്. പ്രധാനപ്പെട്ട പ്രതി, ഈ കേസിലെ പ്രധാന തൊണ്ടി മുതലായ മഴുവുമായി കടന്നു കളഞ്ഞയാൾ, ഇയാൾ ഇതുവരെയും പിടിയിലായില്ല എന്നുള്ളത് അവർക്കും നാണക്കേടായി മാറിയിരുന്നു. റെഡ് കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചതാണ്. പക്ഷേ ഒരു തരത്തിലും ഇയാളെ പിടികൂടാൻ സാധിക്കാതെ വരുമ്പോഴാണ് രഹസ്യ വിവരം കിട്ടുന്നത്. പിടികൂടാൻ സാധിച്ചില്ല എന്നതിനർത്ഥം അയാളെ ഏജൻസി വിട്ടുകളഞ്ഞു എന്നുള്ളതല്ല. അയാൾക്ക് പിന്നാലെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉണ്ടായിരുന്നു. ഒരു വിവരം കിട്ടി, ആ വിവരം കൂടുതൽ സ്ഥിരീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് അന്വേഷിക്കുന്ന ഏജൻസിക്ക് വിവരം കൈമാറി. ആ വിവരം ശരിയെന്ന് ഏറെക്കുറെ ഏജൻസി ഉറപ്പിച്ചു. പുലർച്ചെ ആ വീട്ടിലേക്ക് ഇരച്ചു കയറി അയാളുടെ ഐഡന്റിറ്റി കൃത്യമായി ഉറപ്പിച്ചു. ശേഷം കസ്റ്റഡിയിലെടുത്തു. അതാണ് ഉണ്ടായത്.
ശരി. ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദ് NIA പിടിയിലാകുന്നത് 13 വർഷങ്ങൾക്ക് ശേഷമാണ്. സവാദ് നാട് വിട്ടുവെന്നും രാജ്യം വിട്ടുവെന്നും സവാദിനെ ഇനി പിടികൂടുക ഏതാണ്ട് അസാധ്യമാണെന്നും ഒക്കെ ഉള്ള നിഗമനങ്ങളിലേക്ക് എത്തിയിരുന്ന സാഹചര്യത്തിലാണ്. എന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് കണ്ണൂർ മട്ടന്നൂരിൽ സവാദ് ഉണ്ടായിരുന്നുവെന്നും അവിടെ സവാദ് പിടിയിലാവുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു പേരിൽ ആശാരിപ്പണി ചെയ്ത് ഭാര്യയ്ക്കും കുഞ്ഞിനുമൊപ്പം കഴിയുകയായിരുന്നു സവാദ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സവാദിന്റെ ഐഡന്റിറ്റി കൃത്യമായി മനസ്സിലാക്കിയ ശേഷം പെട്ടെന്ന് അറസ്റ്റ് നടക്കുകയായിരുന്നു. സവാദിനെ ചോദ്യം ചെയ്യുന്നതിലൂടെയാണ് ഇനി ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരാനുള്ളത്. ഏതായാലും കണ്ണൂർ മട്ടന്നൂരിലായിരുന്നു കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദ് ഉണ്ടായിരുന്നത് എന്ന വിവരം പുറത്തു വരികയാണ്. ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.